വീണുപോയതാ. ഹലോ ഗായ്സ്, ദിസ് ഈസ് മീ ഗൗതം ആൻഡ് യു ഗൈസ് ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഡ്രീം റോവർ. ഞാനിപ്പോൾ ഉള്ളത് നോർവേയിലെ ഹോൺഡോൾസസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ ഷിപ്പ് വഴി ഇറങ്ങി. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റേ ഒരു കേബിൾ കാർ ഉണ്ട്. അപ്പോൾ ആ കേബിൾ കാർ കയറിയിട്ട് ഇവിടുന്ന് ഏറ്റവും വലിയ വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് കേബിൾ കാർ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ മേലെ കയറിയിട്ട് അവിടെയുള്ള ഒരു വ്യൂ പോയിന്റ് ഒക്കെ കാണിച്ചു തരാമെന്നാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ, വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഒരു കേബിൾ കാർ എടുക്കുക. അപ്പോൾ അവിടെ പോയിട്ട് ടിക്കറ്റിൻ്റെ പൈസയൊക്കെ എത്രയാണെന്ന് നോക്കട്ടെ. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം, അതിൻ്റെ മുകളിലുള്ള കാഴ്ചകളും കാണിച്ചു തരാം. ഓക്കെ, നല്ലൊരു ചേച്ചി കേട്ടോ. എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ കാർഡ് വർക്ക് ചെയ്യായിട്ട് ഞാൻ ആ ചേച്ചീൻ്റെ കാർഡ് ഉപയോഗിച്ച് പേ ചെയ്തിട്ട് ആ ചേച്ചിക്ക് ക്യാഷ് കൊടുത്തു. നല്ല സഹായമായിരുന്നു. ആ വണ്ടി എടുത്തല്ലോ, ഗേറ്റ് ഒക്കെ അടച്ചു. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഷിപ്പ് ഇതാ. ആ അടിപൊളി. പതിനഞ്ച് മിനിറ്റോളം സമയം എടുക്കുന്ന ചെറിയൊരു യാത്രയാണ് കേട്ടോ അത്. ഈ ഒരു 15 മിനിറ്റ് തന്നെ നമ്മൾ കൊടുത്ത പൈസ നമുക്ക് മൊത്തമായിട്ട് മുതലായ മാതിരിയാണ്. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയ കാഴ്ചകളാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ക്രൂവിന് ഈ ഒരു ടിക്കറ്റ് പ്രൈസിന് 50% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പം തന്നെ ഞാൻ വിചാരിച്ചാണ് എന്തൊക്കെ വന്നാലും ഈ ഒരു ചാൻസ് ലൈഫിൽ മിസ്സാക്കൂലെന്ന്. ഞാൻ ആലോചിച്ച് നോക്കിയതിന് ഈ ഒരു സിറ്റിയുടെ ഏറ്റവും വലിയ റവന്യൂവില് ഒരു സോഴ്സ് ആയിരിക്കും കേട്ടോ ഈ ഒരു കേബിൾ കാർ. കാരണം ഞങ്ങളെ ഷിപ്പിൽ തന്നെ 2000-ൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഈ 2000-ൽ കൂടുതൽ ആൾക്കാർ ഈ സിറ്റിയിൽ വന്നാൽ ആദ്യം കാണുന്നത് ഈ ഒരു കേബിൾ കാറാണ്. 70% ആൾക്കാർ എന്തായാലും ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യും. അപ്പോൾ ഇവരുടെ ഈ ഒരു ചെറിയ സിറ്റിക്ക് ഈ ഒരു കേബിൾ കാർ ഉപയോഗിച്ചിട്ട് എത്ര റവന്യൂ വരുന്നതെന്ന് ആലോചിച്ച് നോക്കും. ഒരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റുണ്ട് കേട്ടോ അവിടെ. അയ്യ, ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അടിപൊളി. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ കേട്ടോ, പൊളി. എന്ത് കാമൻ കോയട്ടാന്നറിയാം ഇവിടെ. ഇവിടെ ഒന്നും വേറെ ആരും ഇല്ല. നമുക്ക് ആ കാറ്റും ഈ ഒരു വ്യൂ മാത്രമല്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് വേണമെങ്കിൽ ട്രക്ക് ചെയ്തും വരാം കേട്ടോ. ഈ ഫാമിലിയൊക്കെ ട്രക്ക് ചെയ്ത് വന്നാ. ഇവിടുന്ന് അങ്ങോട്ട് വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ല കേട്ടോ. വീണുപോയതാ. അയ്യോ, കുറച്ച് നേരം കൂടി ആ കുന്നിൻ്റെ മുകളിൽ ഒരു പണിയെടുക്കാതെ വെറുതെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ വകുപ്പില്ല. കാരണം ഞങ്ങൾക്ക് ഷിപ്പിൽ വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു ടൈം ഉണ്ടാവും. ആ ടൈമിൻ്റെ ഉള്ളിൽ ഞങ്ങൾ തിരിച്ച് കറക്റ്റ് ഷിപ്പിൽ കയറിയിരിക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര പണിയാണ്. ഇപ്പോഴും ഒരു ക്രൂ ഓൺ ബോർഡ് ടൈമും ഉണ്ടാവും, ഗസ്റ്റ് ഓൺ ബോർഡ് ടൈമും ഉണ്ടാവും. ഗസ്റ്റ് ഓൺ ബോർഡിനെക്കാട്ടും ഒരു 30 മിനിറ്റ് മുമ്പായിരിക്കും നമ്മളെ ക്രൂ ഓൺ ബോർഡ് ടൈം. ആ സമയത്തിനുള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ വാർണിംഗ് ലെറ്റർ ഉറപ്പാണ്. കുറച്ച് നേരം വൈകിയിരുന്നു. എനിക്ക് 4 മണിക്കാണ് ഷിപ്പിൻ്റെ അകത്ത് കയറേണ്ടത്. അപ്പോൾ 4 മണിക്ക് 5 മിനിറ്റ് മുമ്പേ കയറാൻ പറ്റി. അതുകൊണ്ട് സൈൻ ഓഫ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പുറത്തുനിന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരെ ദിസ് ഈസ് മീ ഗൗതം രാജ് സൈനിങ് ഓഫ്.